മുഖക്കുരു എങ്ങനെ മാറ്റാൻ പറ്റും? മുഖക്കുരു വന്ന പാട എങ്ങനെ മാറ്റാം? വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അജിത. ടീനേജ് മുതൽ 40 വയസ്സ് വരെയുള്ള ആൾക്കാരിൽ കാണപ്പെടുന്ന ഒരു പ്രോബ്ലമാണ് പിമ്പിൾസ് അഥവാ മുഖക്കുരു എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഒരു സൗന്ദര്യ പ്രശ്നം തന്നെയാണ് ഈ പിമ്പിൾസ് എന്ന് പറയുന്നത്. ഇത് ഒരു ജെനറ്റിക് ആയിട്ട് വരാറുണ്ട്, ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ട് വരാറുണ്ട്, ഇൻഫെക്ഷൻ കൊണ്ടും അതുപോലെ തന്നെ ധാരാളം പൊടിയൊക്കെ തട്ടുന്നത് കൊണ്ടും ഒക്കെ ഈ പിമ്പിൾസ് നമുക്ക് വരാറുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്നത് ജെനറ്റിക് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അധികമായിട്ട് മേക്കപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടും ഇത് വരാറുണ്ട്. ഇനിയിപ്പോൾ ഇതിന് എന്തൊക്കെ ടിപ്സുകൾ ചെയ്യാം എന്നുള്ളത്, ഹോം റെമഡീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, കുറഞ്ഞത് 2 നേരമെങ്കിലും ഫേസ് വാഷ് ചെയ്യണം. അതിന് കടലമാവോ ചെറുപയർ പൊടിയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉറങ്ങുന്നതിന് മുമ്പ് ഉറപ്പായിട്ട് മുഖം വാഷ് ചെയ്തതിന് ശേഷം മാത്രം വേണം ഉറങ്ങാനായിട്ട് കിടക്കാൻ. ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഒരു കാരണവശാലും മേക്കപ്പ് ഒന്നും ഉപയോഗിച്ചതിന് ശേഷം ഉറങ്ങാൻ കിടക്കുകയും ചെയ്യരുത്. അതുപോലെ തന്നെ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ മേക്കപ്പൊക്കെ വാഷ് ചെയ്ത് മാറ്റുക. ഫേസ് തുടയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ടവലുകൾ ഏകദേശം നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉറപ്പായിട്ടും കഴുകിയതിന് ശേഷം നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ടവലിൽ നിന്ന് തന്നെ ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇടയ്ക്കൊക്കെ അലോവേര ജെല്ലോ തേനോ ഒക്കെ മുഖത്ത് വിരട്ടി പിടിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. മുഖമൊക്കെ ഒരു മോയ്സ്ചറൈസ് ആയിരിക്കുന്നതിന് വേണ്ടിയിട്ട് അലോവേര ജെല്ലും തേനും ഒക്കെ വളരെയധികം ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഒരുപാട് ഓയിലൊന്നും മുഖത്ത് അപ്ലൈ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം മേക്കപ്പ് ഒന്നും ഉപയോഗിക്കാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തലയിൽ താരനുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താരൻ മാറ്റാനുള്ള റെമഡീസ് ഒക്കെ ചെയ്തതിന് ശേഷം താരനൊക്കെ മാറ്റിക്കളയാവുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ താരൻ കൊണ്ട് മുഖക്കുരു ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ മുഖത്ത് കാരയൊക്കെ വരുന്നതിനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വരുന്നതിനും ഒക്കെ ഈ താരൻ കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ 11 മണി കഴിഞ്ഞതിന് ശേഷമുള്ള വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വറുത്തതും പൊരിച്ചതുമായുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കാനും അധികമായിട്ട് ഉപയോഗിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. മെൻ്റൽ സ്ട്രെസ് കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പേരയില പച്ചമഞ്ഞളും ചേർത്ത് അരച്ച് മുഖത്ത് പുരട്ടുന്നത് ഏറ്റവും നല്ലൊരു ഉപാധിയാണ്. പിമ്പിൾസ് മാറുന്നതിന് ഏറ്റവും നല്ലതാണ്. 2 ആഴ്ചയെങ്കിലും ഇത് തുടർച്ചയായിട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് മാറുകയുള്ളൂ. അതുപോലെ തന്നെ വേപ്പില പൊടിച്ചത് 3 നുള്ളും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുഴച്ച് മുഖത്ത് പുരട്ടി ഒരു 20 മിനിറ്റിന് ശേഷം കഴുകി കളയാവുന്നതാണ്. ഇത് 1 മാസമെങ്കിലും തുടർച്ചയായിട്ട് ഇത് ഉപയോഗിക്കണം. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് മുഖക്കുരുവിൻ്റെ പാട് വരെ മാറിപ്പോകുന്നതിന് സഹായിക്കും. പൊളിച്ച തൈരും പേരയിലയും ഉണക്കി പൊടിച്ചതും ചേർത്ത് കുഴമ്പ് പരുവത്തിലാക്കി തേച്ച് 20 മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയുന്നതും വളരെ നല്ലതാണ്. മുഖക്കുരു വന്ന പാടുകളും മാറുന്നതിനും ഇത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ മുഖക്കുരു വരാതിരിക്കുന്നതിനും ഇത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ആപ്പിൾ സിഡർ വിനിഗർ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഉള്ള ഇൻഫെക്ഷന് നമുക്ക് ഇതുകൊണ്ട് വല്ല അലർജിയും ഉണ്ടോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കഴുത്തിലോ അതുപോലെ തന്നെ താടിയിലോ എവിടെയെങ്കിലും കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയതിന് ശേഷം വേണം നമ്മളിത് തുടർച്ചയായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. 2 ടേബിൾ സ്പൂൺ തേനിൽ 1 ടീസ്പൂൺ കറുകപ്പട്ട പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് തേച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയുക. ഇതും ഏറ്റവും നല്ലൊരു ഹോം റെമഡിയാണ് നമുക്ക് മുഖക്കുരു പിമ്പിൾസ് മാറുന്നതിനായിട്ട്. അടുത്തതായിട്ട് ഗ്രീൻ ടീ ഏകദേശം ഒരു 3 മിനിറ്റ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഈ വെള്ളം നന്നായിട്ട് തണുക്കുമ്പോൾ അത് മുഖത്ത് ഒരു കോട്ടൺ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് മുഖത്ത് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അത് നമുക്ക് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്ക് നന്നായിട്ട് ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് കഴുകി കളയാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പഞ്ചസാരയും വെളിച്ചെണ്ണയുമാണ്. ഇത് രണ്ടും ഒരേ അളവിലെടുത്തതിന് ശേഷം മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. അത് ദിവസവും ചെയ്യാവുന്നതാണ്. വെച്ച് പിടിപ്പിച്ച് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും അത് നമുക്ക് കഴുകി കളയാവുന്നതാണ്. എല്ലാ ദിവസവും ഇത് ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. ഇതൊക്കെ നമുക്ക് ഹോം റെമഡീസായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.